മതി മതി. അരിയും കറിയൊക്കെ വയ്ക്കാനുള്ള മനസ്സുണ്ടായിട്ടല്ല. എന്തെങ്കിലും കഴിക്കണ്ടേ, ജീവൻ നിലനിർത്തണ്ടേ. അതുകൊണ്ട് കറിയൊക്കെ കുറവാ മോനെ. അത് കുഴപ്പമില്ല ദേവമ്മേ. കഴിക്കേ. മീനാക്ഷി കഴിക്ക. എനിക്ക് വേണ്ട കാർത്തിയേട്ടാ, എനിക്കൊട്ടും വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല മോളെ. മോള് നല്ലതുപോലെ ആഹാരം കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായി. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തല കറങ്ങി വീഴും. അല്ല ദേ, നീ കഴിച്ചില്ലെങ്കിൽ കാർത്തിമോന് കഴിക്കാൻ പറ്റുമോ? എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലമ്മേ. എന്റെ കുഞ്ഞിന്റെ കരയുന്ന മുഖം എന്റെ മനസ്സിൽ. മോളെ, കുഞ്ഞിനെ കണ്ടെത്തണമെങ്കിൽ അതിനുള്ള ആരോഗ്യം വേണ്ടേ? എനിക്ക് നല്ല മനസ്സുണ്ടായിട്ടല്ല ഞാൻ ഈ ആഹാരം ഉണ്ടാക്കിയത്. നിന്റെ മനസ്സൊന്ന് ശരിയാവാനും നിനക്ക് ആഹാരം തരാനുമാ. നീ എന്റെ മോളല്ലേ. നീ പട്ടിണിയിരിക്കുമ്പോ എനിക്കല്ലേ സങ്കടം. ദേവമ്മ കൂടി ഇരിക്കുക. അമ്മ തരാം, എന്റെ മോള് കഴിക്ക്. ആരാ മോനെ? ഇൻസ്പെക്ടർ വിനോദ വിളിക്കുന്നത്. എന്തോ കാര്യമുണ്ടാവും. ഹലോ, ഓക്കെ. താങ്ക് യു വിനോദ്, താങ്ക് യു. എന്താ കാർത്തിയേട്ടാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് CA വിളിച്ചത്. മൈഥിലെ കിട്ടിയിട്ടുണ്ടെന്ന്. എന്റെ ദൈവമേ, മൈഥിലയിലെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവളുടെ കയ്യിൽ കാണും വൈക. ശരി, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. ഞാനും വരാൻ കാർത്തിയേട്ടാ. ആ ശരി, റെഡിയാവാ. ഈശ്വരാ.
ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായും സത്യസന്ധമായും ആൻസർ തന്നാൽ വളരെ സമാധാനത്തോടെ നമുക്ക് ഇവിടുന്ന് പിരിയാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. നിങ്ങൾ കാർത്തിക് സാറിന്റെ ഭാര്യയാണെന്നുള്ള പരിഗണനയൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല. ആർക്കും അങ്ങനെയുള്ള പരിഗണനയൊന്നും ഞാൻ കൊടുക്കാറില്ല. അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു സാധാരണ സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന മാത്രം കിട്ടിയാൽ മതി എനിക്ക്. സാധാരണക്കാരുടെ കോടതിയാ ഇതുപോലുള്ള പോലീസ് സ്റ്റേഷൻ. ഇതിനകത്തിരിക്കുന്നത് വിവരദോഷികളൊന്നുമല്ല. നീതി മാത്രമേ ഇവിടെ നടപ്പിലാവൂ. അതുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ കുഞ്ഞെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ആ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. ആ കുഞ്ഞെവിടെ? ആ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അതെവിടെയെന്നാ ചോദിക്കുന്നേ? സാറിന്റെ ഈ ക്വസ്റ്റ്യന് ആൻസർ തരേണ്ട ബാധ്യത എനിക്കില്ല. വായ്. കുഞ്ഞ് എന്റേതാണ്. ഞാൻ പ്രസവിച്ചത്. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് എന്തിനും പറയണം? നിങ്ങളുടെ മാത്രമായിരുന്നില്ലല്ലോ ആ കുഞ്ഞ്. അതിനൊരു അച്ഛനുണ്ടായിരുന്നല്ലോ. കാര്യം എനിക്ക് മനസ്സിലായി. സാറ് കാർത്തിക്കിന്റെ ആളാണല്ലേ? ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ആളാ. അത് മാത്രം നിങ്ങൾ അറിഞ്ഞാ മതി. ആ കുഞ്ഞ് നിങ്ങളുടേത് മാത്രമല്ലല്ലോ. അതിന് മറ്റൊരു അവകാശി കൂടിയുണ്ട്, അതിന്റെ അച്ഛൻ. സാറിന് ആ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലാന്ന് തോന്നുന്നു. കുട്ടിയെ കൈവശം വെക്കാനും സംരക്ഷിക്കാനുള്ള അവകാശം കോടതി എനിക്ക് മാത്രം വിട്ടു തന്നിട്ടുള്ളതാ. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ അങ്ങ് കത്തിക്കയറി പറഞ്ഞു പോവല്ലേ മാഡം. കോടതി കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടുതന്നു കാണും. പക്ഷെ ആ കുഞ്ഞിന്റെ കസ്റ്റോഡിയൻ സുരക്ഷിതമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അത് നിങ്ങൾ മറന്നു കളയരുത്. ഈ ഡിസ്ട്രിക്റ്റിലെ പോലീസുകാരെയൊന്നും എനിക്കത്ര വിശ്വാസം പോരാ സാർ. അതെന്താ ഈ സിറ്റിയിലെ പോലീസുകാരെല്ലാം വിശ്വാസികളല്ലാത്തത്? ഇവിടെയുള്ള എല്ലാവരും ആ കാർത്തിക്കിന്റെ ആൾക്കാര്. അവരോടൊക്കെ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാലേ അതെന്റെ കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താ. ഇവരുടെ കുഞ്ഞിന്റെ ജീവനിപ്പോ നമ്മളാ ഭീഷണി എന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇവരെ കൊണ്ട് നമുക്ക് സത്യം പറയിപ്പിക്കണമല്ലോ. എന്താ വേണ്ടേ? വേണം സർ. നിന്നെ കൊണ്ട് ആ കുഞ്ഞിനെ ഇവിടെ വരുത്തിക്കാൻ എനിക്കറിയാം. പറയ്, ആ കുഞ്ഞെവിടെ? പറയ്. പറയാ സർ. എന്നാ വേഗം അങ്ങോട്ട് പറയ്. ഇനി നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല. വേഗം പറയും. കുഞ്ഞിനെ പറയും. ഈ വൈശാഖിനെയും കാർത്തിക്കിനെയും അയാളുടെ ആൾക്കാരെ എല്ലാം പേടിച്ച് കുഞ്ഞിനെ ഞാനൊരാളെ വളർത്താൻ ഏൽപ്പിച്ചു. ആരെ? സർ. ആളകത്തുണ്ടോ? ഉണ്ട്. ചോദ്യം ചെയ്തോണ്ടിരിക്കുക. സർ. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇല്ല മാഡം. ആ കുഞ്ഞ് എവിടെയാണെന്നുള്ള സത്യം ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിന്റെ അമ്മയെ ഇവള് പ്രസവിച്ചതാണെങ്കിൽ ഇവൾക്ക് അതിനെ വളർത്താനും അറിയാം. അതില് നമുക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇവളെ ഞാനങ്ങ് കൊണ്ടുപോവാ. വാ.
സോറി മാഡം. വാ. വാ. കേറ്. സാർ. ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട് സാർ. ഇരിക്കും സർ. ഇല്ല, പോവാണ്. എന്തായി വിനോദ്? ആ മൈഥിലി കുഞ്ഞിനെ പറ്റി വല്ലതും പറഞ്ഞോ? കൂടുതലൊന്നും പറഞ്ഞില്ല സർ. അവർ പറയുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് ആ ACP മാഡം വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരെയും പേടിച്ച് കുഞ്ഞിനെ ആരുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അത് ആരാണെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറയുമായിരുന്നു. ഇല്ലെങ്കിലേ ഞങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. ആ സമയത്തല്ലേ ആ നാശം പിടിച്ച സ്ത്രീ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. മേഡം വിഷമിക്കാതെ, നമുക്ക് എങ്ങനെയും കുഞ്ഞിനെ കണ്ടുപിടിക്കാം. ഈ സഹീറ വന്ന മൈഥിലിയെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്താ കാര്യം? സഹീറ അവളെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാ? ഒരു പിടിയുമില്ല സർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഗെയിമിൽ ആ സഹീറയ്ക്ക് വലിയ പങ്കുണ്ട്. പോട്ടെ വിനോദ്. വാ മീനാക്ഷി. കാർത്തിയേട്ടാ, നമുക്ക് ACP ഓഫീസിലേക്കൊന്ന് പോയാലോ? അത് ശരിയാവില്ല മീനാക്ഷി. പക വീട്ടാനുള്ളൊരു അവസരമായിട്ട് സഹീർ ഇതിനെ കാണുന്നത്. പകയുള്ള പെണ്ണും പത്തിവിരിക്കുന്ന മൂർഖനും ഒരുപോലെയാണെന്ന് മുത്തശ്ശൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടും കടിച്ചേ അടങ്ങൂ. കാർത്തിയേട്ടനോട് അവൾക്ക് ഇത്ര പകയുണ്ടാവാൻ കാരണം എന്താ? അത് പഴയൊരു ലവ് സ്റ്റോറിയാ. പോലീസ് അക്കാഡമിയിൽ പഠിക്കുമ്പോൾ ഈ സഹീറയ്ക്ക് എന്നോട് വലിയ പ്രണയമായിരുന്നു. എനിക്കെന്തോ അവളോട് വലിയ വെറുപ്പും. ഇവളെൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. ഒരു ദിവസം തെറ്റ് എൻ്റെ സൈഡില്. ഞാൻ അവളെ തല്ലരുതായിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അക്കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് കുറ്റബോധമുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ച അവള് പെരുമാറിയത് ഇപ്പൊ എനിക്കത് മനസ്സിലായി. ഇനി അവള് നമ്മുടെ കുഞ്ഞിനെ വെച്ചാവും കളിക്കാൻ പോകുന്നത്. അതിനായിരിക്കും ആ മൈഥിലിയെ കൂടെ കൂട്ടിയിരിക്കുന്നത്. എന്റെ കുഞ്ഞെവിടെയുണ്ടെന്ന് ഒന്നറിയാൻ പോലും പറ്റത്തില്ലല്ലോ കാർത്തിയേട്ടാ. കരയാതെ. പോലീസ് സ്റ്റേഷന് വാ, കാറിൽ കയറിയിരിക്കാം.
നീ എന്ത് വല്ലാത്ത പ്രശ്നത്തിലാണെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? പറയ, എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ ഒട്ടും സേഫ് അല്ല മാഡം. എന്റെ കാര്യം വല്ലാത്ത കുഴപ്പത്തില്ല. അതല്ലേ മലയാളത്തിൽ തന്നെ ചോദിച്ചത്. എന്താ നിന്റെ പ്രശ്നം? നീ വാ തുറന്ന് പറഞ്ഞാലല്ലേ ഞാനതറിയൂ. ആ വൈശാഖാണെങ്കിലേ എന്നെ വിടാതെ പിന്തുടരുക. എന്നെ എപ്പോഴും അവൻ ഉപദ്രവിക്കാന്ന് പറയാൻ വയ്യ. അവൻ ഞാൻ താമസിക്കുന്ന ആ ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് വന്ന് ഏത് നേരവും നിൽക്കുക. അങ്ങനെ വെറുതെ വന്ന് നിൽക്കുന്ന ഒരാളെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈശാഖ് അങ്ങനെ, പിന്നെ കാർത്തിക്കുമായി നീ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ? ഇല്ല, അതിന്റെ കേസ് നടക്കുക. പക്ഷേ കുട്ടിയെ തിരിച്ചു വേണമെന്നും പറഞ്ഞ് കാർത്തിക്കും ആ മീനാക്ഷിയും കൂടി ഏത് നേരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ രണ്ടു കൂട്ടരുടെ ഉപദ്രവം എനിക്ക് നിരന്തരം. കൊല്ലാൻ വരെ അവരെ മടിക്കില്ല. ഇവരിൽ ആരെന്നെ പിടികൂടിയാലും ഭീഷണിപ്പെടുത്തി എന്റെ കുഞ്ഞിനെ അവർ കൈക്കലാക്കും. ആര് കുഞ്ഞിനെ കൊണ്ടുപോയാലും കുഞ്ഞൊടുവിലും മീനാക്ഷിയുടെ കയ്യിലെത്തും. എന്തൊക്കെ ഉണ്ടായാലും എന്നെ കൊന്നാലും ഞാൻ കുഞ്ഞിനെ മീനാക്ഷിക്ക് കൊടുക്കില്ല. അവരങ്ങനെ എന്റെ കുഞ്ഞിന്റെ അമ്മ ആവണ്ട. ഇതൊക്കെ തന്നെയാ എന്റെ ആഗ്രഹം. നിനക്കുള്ളതുപോലെ ഒരു പക എനിക്കും ആ മീനാക്ഷിയോടും കാർത്തിക്കിനോടും ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെന്താ മാഡം? അതൊന്നും തൽക്കാലം നീ അറിയണ്ട. എന്റെ സേഫ്റ്റിക്ക് ഞാൻ എന്ത് ചെയ്യും മാഡം? എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ തന്നൂടെ? അതൊന്നും പറ്റില്ല. അതിനൊക്കെ വേറെ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ നിനക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം. പോലീസ് പ്രൊട്ടക്ഷൻ പോലെ തന്നെയാ. കൃപ, മാഡം, നിനക്ക് അക്കോമഡേഷൻ ഒന്നും ശരിയായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഒന്നും ആയിട്ടില്ല മാഡം. എനിക്ക് വഴിയുണ്ടാക്കാം. ശരി മാഡം, ഓക്കെ, വരട്ടെ. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, ഞാൻ കാർത്തിക്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറ് ചോദിക്ക്. മൈഥിലി എന്ന പേരുള്ള ഒരു ലേഡി ഇവിടെ താമസിക്കുന്നുണ്ടോ? സാർ, ഇത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിലെ ഇൻമേറ്റ്സിനെ പറ്റി ആർക്കും ആരോടും ഒരു വിവരവും നൽകാൻ പറ്റില്ല. ഓഹോ, അതെന്ത് നിയമം? അതാ ഇവിടുത്തെ റൂള്. അല്ല, അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ടോന്ന് അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് താമസിക്കുന്ന ആരെ പറ്റിയും ഒരു കാര്യവും ഞങ്ങൾ പറയില്ല. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫാണ്, ACP കാർത്തിക്. ആ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറിപ്പോ സർവീസിലില്ലല്ലോ, സസ്പെൻഷനിലല്ലേ? അത് ശരി. അപ്പൊ എല്ലാം അറിഞ്ഞ് മനഃപൂർവ്വം നിങ്ങൾ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതല്ലേ? ചൂടാവാതെ സാറേ, സാറ് പോയി സാറിന്റെ ജോലി നോക്ക്. പറയുന്നു. കാർത്തിയേട്ടാ, വേണ്ട. സാറേ, ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലാ. ഇവിടെ കിടന്ന് തെമ്മാടിത്തരം കാണിച്ചാലേ സാറ് വിവരം അറിയും. സാർ നോക്കി പേടിപ്പിക്കണ്ട, ഇവിടെ കിടന്ന് തിളക്കുകയും വേണ്ട. സാറിനോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ അതിനുള്ള ഒഫീഷ്യൽ സപ്പോർട്ട് എനിക്കുണ്ടെന്ന് കരുതിക്കോ. കാർത്തിയേട്ടാ, പോവാം. ഇതൊക്കെ എല്ലാരും ചേർന്നുള്ള ഒരു പ്ലേയാ. ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, വാ പോവാം കാർത്തിയേട്ടാ.
ആ എവിടെയാണ് എന്റെ കുഞ്ഞ്? നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്റെ കുഞ്ഞ് എവിടെയെന്ന്. നീ അതിനെ കൊണ്ടുപോയി കൊന്നോ?